എത്താൻ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലായിടത്തും ക്രിസ്മസ് ആഘോഷങ്ങളും തുടങ്ങിയിട്ടുണ്ട്. തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾ എവിടെ വരെയായെന്നറിയണ്ടേ? കാണിച്ചു തരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പാളയത്തുള്ള LMS പള്ളിയിലാണ്. CSI ദക്ഷിണ മഹാ ഇടവകയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ആസ്ഥാനമാണ് ഈ പള്ളി എന്ന് പറയുന്നത്. ഇവിടെ വളരെ വലിയ രീതിയിൽ വിപുലമായ ക്രിസ്മസ് ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പിന്നിൽ കാണുന്നത് ഒരു ക്രിസ്മസ് ട്രീ ആണ്. 120 അടിയാണ് ഈ ക്രിസ്മസ് ട്രീയുടെ ഒരു ഉയരമെന്ന് പറയുന്നത്. അതിന് മുകളിൽ ഒരു 10 അടിയുള്ള സ്റ്റാർ കൂടിയുണ്ട്. അങ്ങനെ 130 അടി. ഇതിൻ്റെ സംഘാടകരും മറ്റും പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ഇതാണ് എന്നുള്ളതാണ്. ക്രിസ്മസ് ട്രീ മാത്രമല്ല, 5000-ഓളം സ്റ്റാറുകളും ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇടുന്നുണ്ട്. ആ സ്റ്റാറുകളൊക്കെ ഇങ്ങനെ ഇട്ട് വരികയാണ്. ഇത് ഞങ്ങൾ എല്ലായിടത്തും പരിശോധിച്ചു. ഇന്ത്യ ബുക്ക് ഓഫ് വേൾഡുകാരുടെ അടുത്തൊക്കെ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഏഷ്യൻ രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നാലും നമ്മുടെ കൊച്ചു കേരളത്തിലെ തലസ്ഥാന നഗരിയിൽ ആളുകൾക്കൊരു കൗതുകമാക്കി മാറ്റത്തക്കോണമാണ് ഈ 130 അടി. 120 ഞങ്ങൾ പറഞ്ഞെങ്കിലും പിന്നീട് അതിൻ്റെ മേളിൽ ഒരു സ്റ്റാറോടെ, ഒരു 10 അടിയുടെ സ്റ്റാറോടെ ചേർത്ത് 130 അടി ഹൈറ്റിലാണ് ഇത് നിർമ്മിക്കുന്നത്. 20-ാം തീയതി വൈകുന്നേരം ഈ 5000-ഓളം നക്ഷത്രങ്ങളും ഈ ക്രിസ്മസ് ട്രീയും എല്ലാം പ്രകാശം പൊഴിക്കും. അതൊരു വലിയ അനുഭവമായിരിക്കും ഈ തലസ്ഥാന നഗരിയെ സംബന്ധിച്ച്. CSI ദക്ഷിണ മഹാ ഇടവക, അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ചർച്ച്, പാളയം ജുമാ മസ്ജിദ്, ശാന്തിഗിരി ആശ്രമം, കേരള ടൂറിസം വകുപ്പ് ഒക്കെ ചേർന്നിട്ടാണ് ഈ കാണുന്ന ക്രിസ്മസ് ഫെസ്റ്റ് ഇവിടെ ഒരുക്കുന്നത്. അപ്പം ഡിസംബർ 21 മുതൽ ജനുവരി 1 വരെ തിരുവനന്തപുരം പാളയത്തുള്ള LMS കോമ്പൗണ്ടിലെത്തിയാൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് നല്ല വൈബായി ക്രിസ്മസ് ആഘോഷിച്ചു പോകാം. വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷ് ജോസിനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജോ, റിപ്പോർട്ടർ തിരുവനന്തപുരം.